ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ഈ ഒരു നോണ പരീക്ഷയുടെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. ഇനി മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ STD 6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1. പുരാതന ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏതൻസും സ്പാർട്ടയും. ചോദ്യം എ. പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളായ ഏതൻസ്, സ്പാർട്ട എന്നിവയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ആശയപടം പൂർത്തിയാക്കുക. ഒന്നാമത്തേത് ഏതൻസിൻ്റേതാണ്. ജനാധിപത്യ ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഒളിമ്പിക്സ് അല്ലെങ്കിൽ കലകൾക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളത്. അതുപോലെ സാഹിത്യത്തിനും തത്വചിന്തയ്ക്കും പ്രാധാന്യം കൊടുത്തു. ഇനി സ്പാർട്ടയുടെ ഒരു പ്രത്യേകത പ്രഭുഭരണമാണ് എന്നതാണ്. പിന്നെ അടുത്ത പ്രത്യേകത എന്താണ്? ശക്തമായ സൈന്യം ഉണ്ടായിരുന്നു അവർക്ക്. പിന്നെ അതുപോലെ യുദ്ധപരിശീലനം, വളരെ ചെറുപ്പത്തിൽ തന്നെ യുദ്ധപരിശീലനവും കൊടുത്തിരുന്നു. ഇതിലെ ബി ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുരാതന ഗ്രീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എ. ഒളിമ്പിക്സ് ആരംഭിച്ചത് ഇവിടെയാണ്. ബി. ഭരണ സൗകര്യത്തിനായി നിരവധി സത്രപികളായി വിഭജിച്ചിരിക്കുന്നു. സി. സരതുഷ്ട ദർശനം രൂപം കൊണ്ടു. ഡി. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമാണിത്. ഇതിൽ എ. ഒളിമ്പിക്സ് ആരംഭിച്ചത് ഇവിടെയാണ് എന്നതാണ് കേട്ടോ ശരിയായ പ്രസ്താവന. പ്രവർത്തനം 2. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ്. ചോദ്യം എ. പരിണാമഘട്ടത്തിലെ മനുഷ്യവർഗങ്ങളും അവരുടെ സവിശേഷതകളും ക്രമരഹിതമായി നൽകിയിരിക്കുന്നു. അവ ശരിയായി ക്രമീകരിച്ചത് കണ്ടെത്തി എഴുതുക. നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. പരിണാമ ഘട്ടങ്ങൾ ആദ്യം ഹോമിനോയിഡുകൾ, ഹോമോ ഇറക്റ്റസ്, ഹോമോ ഹാബിലിസ്. സവിശേഷത: ഉപകരണ നിർമ്മാതാക്കൾ, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ, 4 കാലിൽ നടത്തം, ഇരുകാലിൽ നടത്തം. ഇതെങ്ങനെയാണ് മക്കളെ കറക്റ്റായി വരുന്നത്? ഹോമിനിഡുകൾ ഇരുകാലിൽ നടത്തം, അതുപോലെ ഹോമിനോയിഡുകൾ ആയിരുന്നപ്പോൾ 4 കാലിൽ നടത്തം, ഹോമോ ഇറക്റ്റസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ, ഹോമോ ഹാബിലിസ് ഉപകരണ നിർമ്മാതാക്കൾ. അപ്പോൾ വരുന്ന ഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ്? 1 D, 2 C, 3 B, 4 A. അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതിലെ ചോദ്യം ബി: മധ്യശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് കടന്നപ്പോൾ മനുഷ്യജീവിതത്തിൽ എന്തെല്ലാം പുരോഗതികൾ ഉണ്ടായി? കുറിപ്പ് തയ്യാറാക്കുക. മധ്യശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്ക് എത്തിയപ്പോൾ മനുഷ്യൻ്റെ ജീവിത രീതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായി. വേട്ടയാടലിൽ നിന്നും ഭക്ഷണ ശേഖരത്തിൽ നിന്നും മനുഷ്യൻ കൃഷിയിലേക്കും മൃഗസംരക്ഷണത്തിലേക്കും മാറി. കൃഷി ആരംഭിച്ചതോടെ മനുഷ്യൻ നദീതീരങ്ങളിൽ സ്ഥിരതാമസം തുടങ്ങി. ഈ യുഗത്തിൽ മനുഷ്യൻ കൂടുതൽ മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമായ ശിലായുധങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. അധികം വരുന്ന ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനും പാകം ചെയ്യുന്നതിനുമായി കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. ചക്രത്തിൻ്റെ ഉപയോഗം ഗതാഗതത്തിലും മൺപാത്ര നിർമ്മാണത്തിലും വലിയ പുരോഗതി നൽകി. പ്രവർത്തനം 3. അതിലെ എ. വെങ്കലയുഗത്തിൽ നദികൾ കേന്ദ്രീകരിച്ച് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. ചോദ്യം എ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? എ. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. ബി. മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായത്തെ വിശുദ്ധമായ എഴുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. സി. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. ഡി. ഈജിപ്ഷ്യൻ രാജാക്കന്മാർ ഫറവോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ബി ആണ്. മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായത്തെ വിശുദ്ധമായ എഴുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു എന്നത്. ഇനി ഇതിലെ ബി ചോദ്യം: സംസ്കാരങ്ങളുടെ സവിശേഷതകൾ പരിശോധിച്ച് തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ക്രമീകരിക്കുക. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ നോക്കൂ. നദികൾക്കിടയിലെ പ്രദേശം, കെയ്റോ നഗരം, ചാന്ദ്ര പഞ്ചാംഗം, നൈലിൻ്റെ ദാനം, ലഗാഷ് നഗരം, പിരമിഡുകൾ. ആദ്യത്തേത് ഈജിപ്ഷ്യൻ സംസ്കാരം. അതിൻ്റെ പ്രത്യേകതകളാണ് കെയ്റോ നഗരം, നൈലിൻ്റെ ദാനം, പിരമിഡുകൾ എന്നിവ. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. നദികൾക്കിടയിലെ പ്രദേശം, ചാന്ദ്ര പഞ്ചാംഗം, ലഗാഷ് നഗരം എന്നിവയാണ്. ഇനി 3ലെ ബി ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം എ. വെങ്കലയുഗ സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്ത് സമ്പ്രദായങ്ങളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അവ ഏതെല്ലാം സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് എഴുതുക. ആദ്യത്തേത് ക്യൂണിഫോം ലിപിയാണ്. അത് മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തേത് ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. അത് ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിലെ ചോദ്യം ബി: ഈ 2 ലിപികളുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ആദ്യത്തേത് ക്യൂണിഫോം ലിപി. ആപ്പാകൃതിയിലുള്ള അടയാളങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത. നനവുള്ള കളിമൺ പലകകളിൽ കൂർത്ത തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ചാണ് ഇവ എഴുതിയിരുന്നത്. പിന്നീട് ഇവ വെയിലത്ത് ഉണക്കി സൂക്ഷിച്ചു.
ഹൈറോഗ്ലിഫിക്സ് ലിപി ചിഹ്നങ്ങളും ചിത്രങ്ങളും ചേർന്ന ഒരു ചിത്രലിപിയാണിത്. പ്രധാനമായും ഈജിപ്തുകാർ പപ്പറസ് ചെടിയുടെ തണ്ടുകളിൽ നിന്നും നിർമ്മിച്ച താളുകളിലും ക്ഷേത്രമതിലുകളിലും സ്മാരകങ്ങളിലും ഇത് കൊത്തിവെച്ചു. ഇനി പ്രവർത്തനം 4. ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ. ചോദ്യം എ. താഴെ പറയുന്നവയിൽ ഭൂമധ്യരേഖയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി സങ്കല്പിക്കാം. സി. 0 ഡിഗ്രി അക്ഷാംശ രേഖ. ഡി. ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിലെ ഡി ആണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് കേട്ടോ. ഇനി ചോദ്യം ബി. ഗ്ലോബിൻ്റെ മാതൃക വരച്ച് തന്നിരിക്കുന്ന അക്ഷാംശ രേഖകളെ കൃത്യതയോടെ രേഖപ്പെടുത്തുക. ആർട്ടിക് വൃത്തം 66.5 ഡിഗ്രി വടക്ക്, ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്ക്, ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി തെക്ക്, അന്റാർട്ടിക് വൃത്തം 66.5 ഡിഗ്രി തെക്ക്. അപ്പോൾ നോക്കൂ മക്കളെ, ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. അതുപോലെ നോക്കി മനസ്സിലാക്കുക. പ്രവർത്തനം 5. ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. ചോദ്യം എ. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തി എഴുതുക. എ. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ്. അത് ശരിയാണ്. ബി. ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാം. അത് തെറ്റാണ്. സി. രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ്. അത് ശരിയാണ്. ഡി. രാഷ്ട്രം ഒരു താൽക്കാലിക സ്ഥാപനമാണ്. അത് തെറ്റാണ്. ഇതിലെ ചോദ്യം ബി. രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ചർച്ചയിൽ അവതരിപ്പിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുക. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഗവൺമെൻറ് ഉറപ്പുവരുത്തുന്നു. പിന്നെ നമുക്ക് എന്തൊക്കെ കൂട്ടിച്ചേർക്കാം? എല്ലാവർക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം നൽകുന്നു. ആരോഗ്യ സംരക്ഷണം, കുടിവെള്ളം, പാർപ്പിടം എന്നിവ ലഭ്യമാക്കുന്നു. സാമൂഹിക സുരക്ഷാ പദ്ധതികളിലൂടെ പിന്നോക്ക വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നു. ആറാമത്തെ ചോദ്യത്തിന് 6A, 6B എന്നീ ഭാഗങ്ങളുണ്ട്. 6A അല്ലെങ്കിൽ 6B എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായും എഴുതിയാൽ മതിയാകും കേട്ടോ. അപ്പോൾ 6A നോക്കാം ആദ്യം. പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട 2 ദർശനങ്ങളാണ് ബുദ്ധമതവും ജൈനമതവും. ചോദ്യം എ. ജൈനമത ആശയപ്രകാരം ത്രിരത്നങ്ങളിൽ ഉൾപ്പെട്ടത് ഏത്? എ. ശരിയായ ആഹാരം, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്. ബി. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ വസ്ത്രം. സി. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഡി. ശരിയായ ആഹാരം, ശരിയായ പ്രവൃത്തി, ശരിയായ അറിവ്. ഇതിൽ സി ആണ് ശരിയായ ഉത്തരം. ചോദ്യം ബി. ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ആശയങ്ങളുടെ 2 സവിശേഷതകൾ വീതം ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. നമുക്ക് 2ൻ്റെയും ഓരോന്ന് വീതം തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ജൈനമതം നോക്കാം. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. അതുപോലെ അഹിംസയ്ക്ക് അമിത പ്രാധാന്യം നൽകിയിരുന്നു. കളവ് പറയരുത്, മോഷ്ടിക്കരുത് എന്ന വിശ്വാസവും ഉണ്ടായിരുന്നു. ബുദ്ധമതത്തിൻ്റേത് ഹിംസിക്കാതിരിക്കുക അഥവാ അഹിംസ തന്നെയാണ്. ലളിതമായ ജീവിതം നയിക്കാൻ ഉപദേശിച്ചു. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇനി 6ലെ ബി ചോദ്യം നോക്കാം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ്. ചോദ്യം എ. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകരമായ ഘടകങ്ങൾ ഏതെല്ലാം? കുറിപ്പ് തയ്യാറാക്കുക. അതിലൊന്നാമത്തേത് ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ്. മഗധയുടെ തലസ്ഥാനമായ രാജഗൃഹ മലകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു. ഇത് ശത്രുക്കളിൽ നിന്ന് സ്വാഭാവിക സംരക്ഷണം നൽകി. പിന്നീട് തലസ്ഥാനമായ പാടലീപുത്രം നദികളാൽ ചുറ്റപ്പെട്ട ജലദുർഗമായിരുന്നു. 2. ഫലഭൂയിഷ്ഠമായ മണ്ണ്. ഗംഗാ സമതലത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് മികച്ച കാർഷിക വിളവെടുപ്പിനും അതുവഴി വലിയ നികുതി വരുമാനത്തിനും കാരണമായി. 3. ഇരുമ്പ് നിക്ഷേപം. ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ ആവശ്യമായ ഇരുമ്പയിര് നിക്ഷേപം മഗധയിൽ സമൃദ്ധമായിരുന്നു. 4. ആനകളുടെ ലഭ്യത. വനങ്ങളിൽ നിന്ന് ലഭിച്ച ആനകളെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയത് യുദ്ധങ്ങളിൽ വലിയ മേധാവിത്വം നൽകി. 5. ശക്തരായ ഭരണാധികാരികൾ. ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ ശക്തരായ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ മഗധയുടെ വികാസത്തിന് അടിത്തറയിട്ടു. ഇതിലെ ബി ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ മഗധയുമായി ബന്ധപ്പെട്ടവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. എ. ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത മഗധയുടെ വളർച്ചയെ സഹായിച്ചു. അത് ശരിയാണ്. മഗധയുടെ ആദ്യകാല തലസ്ഥാനമായിരുന്നു പാടലീപുത്ര. അത് തെറ്റാണ്. സി. ചന്ദ്രഗുപ്ത മൗര്യർ മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് മൗര്യ രാജ്യം സ്ഥാപിച്ചു. അത് ശരിയാണ്. ഡി. മഗധയുടെ ഭരണാധികാരിയായിരുന്നു ധനനന്ദൻ. അത് ശരിയാണ്. ഇതിൽ ബി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു ചോദ്യപേപ്പറിൽ ചർച്ച ചെയ്യാനായിട്ടുള്ളത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 6ാം ക്ലാസ്സിലെ കൂടുതൽ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.
ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്